പ്രണയമേ, നിന്റെ മരച്ചില്ലയിൽ എനിക്കൊരു കൂട് കൂട്ടണം. നിന്റെ ഇലത്തുമ്പിൽ നിന്നിറ്റി വീഴുന്ന മഴത്തുള്ളികളിൽ മയങ്ങി എനിക്കുറങ്ങണം. നിമിഷ കവിത കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു സംഗതി നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ പ്രണയ കസ്തിക്ക് പിടിച്ച ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവരെന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കും, എന്തൊക്കെയോ എഴുതും, എന്തൊക്കെയോ പറയും. അങ്ങനൊരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ എൻ്റെ മുന്നൊരു വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. ഞങ്ങളുടെ കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. അവർ രണ്ടാൾ തിരിച്ചു വന്നത് കയ്യിൽ പൈസ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ് അപ്പോൾ നിൽക്കണോണ്ടപ്പോൾ ഒരു കസ്റ്റമർ വിളിച്ച് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലേക്ക്. ഇപ്പൊ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു, അച്ഛനമ്മയും എല്ലാവരും പറഞ്ഞു അതിന് വേണ്ട, അവരിട്ടിട്ട് പോയി, അതൊക്കെ ഇട്ടിട്ട് പോയി ചേച്ചിയുടെ ഭർത്താവ്. ഒരു ഓട്ടോറിക്ഷൻ്റെ അകത്തിരുന്ന് രണ്ട് കവിതാക്കൾ ഒളിച്ചോടുകയാണ്. ഒളിച്ചോടുന്നത് ആരൊക്കെയാണ്? ഒരു പെണ്ണും ആ പെണ്ണിൻ്റെ ചേച്ചിയുടെ ഭർത്താവും. എന്തൊരു അവസ്ഥയാണല്ലേ. എന്നിട്ട് കണ്ണീരെ കൊലിപ്പിച്ചിട്ട്, ഈ കണ്ണീരെ കൊലിപ്പിക്കുന്ന എന്തിനാണെന്ന് അതിൽ മനസ്സിലായിട്ടൊക്കെ മൂക്കൊക്കെ നന്നായിട്ട് വലിച്ചു കയറ്റുന്നുണ്ട്. ഫീലിങ്സ് അതാണ് ഇത് കാണാൻ കഴിഞ്ഞത്. എന്നിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ മുഖത്തൊക്കെ ഒഴിഞ്ഞ് പറയുന്നുണ്ട്, ഞങ്ങൾക്കിനി പിരിയാൻ പറ്റില്ല, ഞങ്ങൾ അത്ര അടുത്തു പോയി, വർഷങ്ങളായിട്ടുള്ള പ്രണയമാണ്. ഈ വർഷങ്ങളായിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു എന്നാവും. അതായത് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അവർക്ക് 2-3 കുട്ടികളൊക്കെ ആയി. അപ്പം അത്രയും വർഷങ്ങളോളം ഈ പെണ്ണ് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണിന് ഇപ്പം എത്ര വയസ്സുണ്ടെന്നൊരു പിടുത്തൊന്നുമില്ല കേട്ടോ, നമുക്കതൊന്നും അറിയില്ല. തോന്നുന്നു വലിയ വയസ്സൊന്നുമില്ല. അവന് അത്യാവശ്യം ഒരു 3 പിള്ളേരെ തന്തപ്പിടിയാവാനുള്ള വയസ്സ് അവനുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇവളുടെ പ്രായം അയാൾ കൺസിഡർ ചെയ്തോന്നൊന്നും അറിയില്ല. കിട്ടിയ ഗ്യാപ്പിൽ ഇയാൾ പ്രണയിച്ചു, അങ്ങോട്ട് നന്നായി പ്രണയിച്ച് ഹോട്ടലിൽ മസ്തിക്ക് ഇടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഉമ്മയും ആർക്ക് ചേച്ചിയുടെ ഭർത്താവിന്. എന്നിട്ട് പിരിയാൻ പറ്റില്ല, കഥകൾ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ അവനെ അടിച്ചു വിടുകയാണ്. അവൾ പറഞ്ഞ ശരിയാണ്, ഞങ്ങൾക്ക് ഇനി ആര് പറഞ്ഞാൽ ഒരിക്കലും പിരിയാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വരും, എനിക്ക് 2-3 പേരെയും കൂടി കൊണ്ടുപോകാനുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക്. ഭാര്യയുടെ അനിയത്തിനെയും കൊണ്ട് വിളിച്ചു വിടുകയാണ്. ഇനി 2-3 പേരെ ആരാണ് അവൻ കൊണ്ടുപോകാനുള്ളത്? ചിലപ്പോൾ ഇവളുടെ ചേച്ചീനെയും കുട്ടികളെയും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു പ്ലാനിലാവും. ചിലപ്പോൾ അത് പ്ലാൻ അവൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളം ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. ചേച്ചി ഒന്നും മിണ്ടാണ്ട് വെക്കായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയാണ് ഏട്ടനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. വീട്ടുകാരെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നുകൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥതയോടെ സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുണ്ട്. ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെയും ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്, വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല 2 പേർക്കും. അങ്ങനെ പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാതും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും, തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇവിടെ ഇല്ലാണ്ടെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് എവിടെ അവസാനിക്കാനാണ്? പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതെന്തായെന്ന് എല്ലാവരും ഇട്ട് നോക്കിക്കൊണ്ടിരിക്കണം. എന്താവും സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല, എവിടെ എത്തി നിൽക്കും. പക്ഷേ എല്ലാവർക്കും ഒരു കാര്യം അറിയാം കേട്ടോ. ഒന്നാമത് ആ
പെണ്ണിൻ്റെ ഒരു പ്രായം, അയാളുടെ ഒരു പ്രായം, പിന്നെ അയാളുടെ സംസാരിക്കുക, അയാളുടെ മനസ്സിലൊരു ഉദ്ദേശം. ഇപ്പം കാലഘട്ടം ഏതാണ് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് എവിടെ എത്തി നിൽക്കുന്നു. അവിടേക്ക് ഈ സംഭവം എത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പറയാൻ പറ്റും, അതൊക്കെ അവിടെ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു വീഡിയോ ഇറങ്ങി. ഇനി ഇത് ഒറിജിനൽ ആണോ വല്ല ഡ്രാമാറ്റിക് ആണോ എന്നൊരു പിടുത്തില്ല കേട്ടോ. അടുത്ത വീഡിയോ ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഒരു വീഡിയോ ഇറങ്ങി. ഞങ്ങൾ ഒളിച്ചോടെ നിന്നാണ്, പക്ഷേ തിങ്കളാഴ്ചയായിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എനിക്ക് കമ്പനിയിൽ നിന്ന് സാലറി കിട്ടാനുണ്ട്. അപ്പോൾ അത്യാവശ്യം കാശൊക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് സേഫായിട്ട് മൂവ് ചെയ്യാലോ, അതുകൊണ്ട് ഞാൻ സാലറി കിട്ടിയിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. എല്ലാവരും ആരും തന്നെ ഞങ്ങളെ അന്വേഷിച്ച് വരരുത്, ഞങ്ങൾ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വീഡിയോ. എനിക്ക് സത്യമാണ് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവളെപ്പോഴാണ് ഈ പോണത്, എങ്ങോട്ടാണ് ഈ പോണത് എന്നൊരു പിടുത്തുന്നു. ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവും. അത് എനിക്ക് ചെക്കന്റെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുന്ന അന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞങ്ങള് പോവാണ്, ഈ തിങ്കളാഴ്ച പോകും. കാത്തിരുന്ന് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ എന്റെ സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. സാലറി കിട്ടേണ്ട ആ ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അതുവരെ പിടിച്ച് നിൽക്കുകയാണ് ശരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾ പോകും. പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത്. കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ, എനിക്ക് 22 വയസ്സായിട്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനോ ഒന്നിനും വരരുത്. കാരണം എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ചിട്ട് ഇനി ഞങ്ങൾ പോകണം. അപ്പോ ഇതിന്റെ പിന്നിൽ ഇനി ആരും ഞങ്ങൾ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. പിന്നെ ചേച്ചിയോട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഏട്ടനായിട്ട് പോകുന്നുണ്ട്. ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ ഒന്നല്ല കൊണ്ടുപോകണം. ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും. ഞാൻ ഇപ്പൊ കണ്ടാന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കാനോ ഒന്നും ഞാൻ നിൽക്കില്ല. പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ഞാൻ ഈ ഒരു കളി കളിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് പോകും. ഞങ്ങൾ അത്രയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളെ പിന്നാലെ ആരും വരരുത്. ഇത് മാത്രല്ല, എന്റെ കൂടെ ഏട്ടനും ഉണ്ട്. അപ്പൊ പോണന്റെ 2 ദിവസം മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണം എനിക്ക് സാലറി കിട്ടുന്ന ഒരു ഡേറ്റിന്റെ രീതിയിലാണ്. തിങ്കളാഴ്ച കിട്ടുള്ളൂ, തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അപ്പൊ ആരും ഇതിന്റെ പേരില് അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. ഏട്ടൻ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോവാൻ കാരണം തന്നെ അത്രയധികം ഇഷ്ടപ്പെട്ട കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ആരും ഇതിന്റെ പേരിൽ അന്വേഷിക്കാനോ പിടിക്കാനോ വരരുത്. 19 വയസ്സ് മുതൽ തുടങ്ങിയിട്ടുള്ള ഇഷ്ടമാണ്. എനിക്ക് 22 വയസ്സിന് അതൊക്കെയാണ് പറയണത്. ആരും അന്വേഷിക്കാൻ വന്നാലും ശരി, ഒരിക്കലും ഏട്ടനൊക്കെ പോകുന്നില്ല. ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പിന്നെ ഇത് മനസ്സിലായി, ഇവർ ഈ ഗുരുവായൂർ എവിടേക്കോ കിടന്ന് കറങ്ങുന്നുണ്ട്. ഏതൊക്കെയോ റൂമൊക്കെ എടുത്ത് താമസമായി തോന്നുന്നു. പിന്നെ കാര്യങ്ങൾ അറിയാല, ഇവൻ്റെ ആ പ്രണയം ഇങ്ങനെ തുടിച്ച് നിൽക്കണ അവൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു തോന്നുന്നു. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കറക്കത്തിൻ്റെ ഇടയിൽ ഇവരെ പോലീസ് കണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സ് ആട്ടാ. പോലീസ് കണ്ടപ്പോൾ സംഭവം പിടിക്കപ്പെട്ടു. കിട്ടിയ ഗ്യാപ്പിൽ ഇവ മുങ്ങി. അതായത് ആത്മാർത്ഥമായി പ്രണയിക്കുന്ന നായകൻ മുങ്ങി. ഇപ്പം അവളെന്തായി? അവളെവിടെ എത്തി? അവൾ വീണ്ടും വീട്ടുകാരെ കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഞാൻ തിരിച്ചു വരികയാണ്, എനിക്ക് തെറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. തെറ്റ് പറ്റി എന്നൊക്കെ പറയുമെന്നറിയില്ല. കാരണം ഒരു തെറ്റ് പറ്റിയിട്ട് ഒരു മാനസിക പ്രശ്നം വരുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. കാരണം തട്ടിക്കൊടുന്നിരിക്കുന്നത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയാണ്. കാരണം ഈ വീഡിയോ കാണുമ്പോൾ അവള് തട്ടിക്കൊടുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്താ പറയുക, അവളുടെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു എടുത്തുചാട്ടം, അല്ലെങ്കിൽ എന്തൊക്കെയോ, അത് നമ്മളിവിടെ പറയണ്ട. നമുക്കൊരു വീഡിയോയിൽ മാന്യമായിട്ട് പറയാൻ പറ്റുന്നൊരു സംഗതി അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ മനസ്സിൽ എന്താണ്? കിട്ടിയ ഗ്യാപ്പ് വിളിച്ചോണ്ട് താൽക്കാലികമായിട്ട് വിളിച്ചോടുന്ന കാര്യങ്ങളൊക്കെ നടത്തും തിരിച്ചു വരുന്നു. പരിപാടി ഓക്കെ ആയി, സംഭവം ഓക്കെ ആയി. പിന്നത്തെ കാര്യം പിന്നെ ആ ആലോചനയാണ്. അയാളൊരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിരിക്കും. അയാളൊരു ഓട്ടോ ഡ്രൈവറാണ്, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ. പിന്നീട് സംഭവത്തിൽ ക്ലൈമാക്സിലേക്ക് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുക കേട്ടോ.
അവസാന ഘട്ടത്തിൽ ഇവള് കരഞ്ഞ് നിലവിളിച്ച് വീട്ടുകാരെ വിളിച്ചിരിക്കുകയാണ്, ഞാൻ തിരിച്ചു വരികയാണ്. പക്ഷേ വീട്ടുകാർ പറഞ്ഞു, മോളെ നീ എവിടേക്കാണെങ്കിലും പൊക്കോ, ഇങ്ങോട്ട് കയറണ്ട. സത്യമല്ല, അവർ ചെയ്തതിൽ എന്ത് തെറ്റുണ്ട്? ഇങ്ങനൊരു പെണ്ണിനെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ? നാളെ സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡായിട്ട് ഒളിച്ചോടി ഇവള് ഇനി ആരുടെ കൂടെയൊക്കെ ഇവൾ ഓടും, എവിടേക്കൊക്കെ ഓടും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു, മോളെ നിൻ്റെ സ്ഥലത്ത് നീ എവിടേക്ക് വെച്ച് പൊക്കോ, ഇവിടേക്ക് കയറണം. ഈ ചങ്ങായിനാണെങ്കിൽ കാണാനില്ല. മുസ്ലിം ആവാൻ നടക്കുക. ഇവർ രണ്ടാൾ തിരിച്ചു വന്നു, കയ്യിൽ പൈസയൊക്കെ കഴിഞ്ഞിട്ട് ഫോണൊക്കെ വിറ്റ്. അപ്പോൾ ഇവർ ഗുരുവായൂർക്ക് തിരിച്ചു വന്നിട്ട് ഇവരവിടെ നിൽക്കണോണ്ടപ്പോൾ ഒരു കസിൻ വിളിച്ച് പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിലേക്ക്. വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്ന് കൊണ്ടുപോയി. അപ്പോൾ ഫാമിലിത്തെ ആൾക്കാർ പറഞ്ഞു, അവളെ അച്ഛനമ്മയും എല്ലാവരും പറഞ്ഞു, അവളെ ഇനി വേണ്ട, ഞങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞു. അവരിട്ടിട്ട് പോയി, ആ ചെക്ക ഇട്ടിട്ട് പോയി, ചേച്ചിയുടെ ഭർത്താവ് ഇട്ടിട്ട് പോയി. ഇനി വേണ്ട, ഇനിയിപ്പോൾ ഇത് അനാഥാലയത്തേക്ക് ആക്കി. ഇപ്പം അവള് പറയും ഞാൻ മുസ്ലിം ആവാൻ പോകുന്നത്. ഇനിയിപ്പോൾ നാളെ ഇതൊക്കെ പുറത്തിട്ട് ഒരു കാര്യം ഉറപ്പാണ്, അവനും ആദ്യത്തെ ഭാര്യയും 3 പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ആ ഭാര്യ ചിലപ്പോൾ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കോംപ്രമൈസായി അവൻ കുറേ ഏറ്റു പറഞ്ഞ് കയ്യും കാലൊക്കെ പിടിച്ച് അവർ ഒന്നിച്ച് ജീവിക്കും. ഇവളിപ്പോൾ എവിടെ പോകും? ഇപ്പം അറിയാൻ പറ്റിയത് ഇവളേതോ അനാഥാലയത്തിലേക്കൊക്കെ ഇവളെ മാറ്റി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൾ പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അറിഞ്ഞു. അവളിപ്പോൾ റോഡിലാണ്, അതായത് കട്ടപ്പുറത്താണെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ പെണ്ണിപ്പോൾ നിൽക്കുന്നത്. സംഭവം ഇതിൻ്റെ ക്ലൈമാക്സിൽ എത്തി. ഇനി ഈ വന്ന കാര്യങ്ങളൊക്കെ ഗോസിപ്പാണ് എന്താണെന്നും നമുക്കറിയില്ല കേട്ടോ. പക്ഷേ ഏത് കാര്യത്തിനും, എന്ത് പ്രണയം, എന്ത് ബന്ധം, എന്ത് സ്നേഹം, എന്തിനും എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. എത്ര ആൾക്കാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ആളുകൾ കല്യാണം കഴിക്കാതെ ബുദ്ധിമുട്ടിയും കരഞ്ഞും പിടിച്ചും. ആണുങ്ങളെ സ്ഥിതിയെ പറഞ്ഞത്. കാരണം കഴിഞ്ഞ ദിവസം അലീൻ ജോസ് പാരയുടെ ഒരു വീഡിയോ കണ്ട്. അതിപ്പോൾ കേരളം മുഴുവൻ കറങ്ങിയെടുക്കുക കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പെണ്ണ് കാണുമ്പോൾ ഇവിടെ പെണ്ണ് കാണുമ്പോൾ അവൻ്റെ വീഡിയോ അവൻ തന്നെ ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കരഞ്ഞൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാനൊരു കോമാളിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. എന്താണ് ഞാൻ ഈ പറയുന്നതൊക്കെ, ഞാനൊരു കല്യാണം പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായിട്ടൊക്കെ കാണുന്നത്. എൻ്റെ വിഷമം എനിക്കറിയാം. അപ്പം ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആണുങ്ങളൊക്കെ ഈ ലോകത്തുള്ളപ്പോൾ ആരെങ്കിലുമൊക്കെ നല്ലൊരു പയ്യനെ നോക്കിയിട്ട് അവൾക്ക് അങ്ങനെ വിളിച്ചോടിയാൽ മതിയായിരുന്നു. ഇത് സ്വന്തം ചേച്ചിയുടെ ഹസ്ബൻഡ് 3 പിള്ളേരുണ്ട്, അവൻ്റെ കൂടെ തന്നെ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മുടെ പച്ച മലയാളത്തിലൊരു ഭാഷ കഴപ്പ് എന്നാണ്. കഴപ്പ് അത് പറയണമെന്ന് വിചാരിക്കണ്ട, നമ്മളറിയാതെ പറഞ്ഞു പോകും. ഇതിന് കഴപ്പ് എന്നാ പറയുക. അപ്പോൾ ഈ കഴപ്പ് ഇപ്പോൾ നന്നായിട്ടുണ്ട് മാറിയിട്ടുണ്ട്. ഇനി നാളത്തെ അവസ്ഥ എന്താണെന്നും നമുക്കറിയില്ല. എവിടെയെങ്കിലൊക്കെ ഇത് എത്തിപ്പെടും, അല്ലെങ്കിൽ ഇതൊക്കെ എവിടേക്ക് എത്തിപ്പെടാം. ഒന്നെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് അത് പോകും, അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലുമൊക്കെ നിക്കാപ്പുറത്തിയില്ലാതെ ജീവിച്ച് വീണ്ടും കുറേ അബദ്ധത്തിലൊക്കെ ചാടി. അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാലും ആ കുട്ടിയുടെ പ്രായം വെച്ചിട്ട് രക്ഷപ്പെടട്ടെ. ഇനിയും നല്ല ബുദ്ധിയിലൊക്കെ വന്ന് നല്ലൊക്കെ ജോലിയൊക്കെ കിട്ടി നാളെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളൊക്കെ വന്ന് നന്നായി ജീവിക്കാൻ കഴിയട്ടെ. നമ്മൾ കേരളക്കാരൊക്കെയാണല്ലോ, ഭയങ്കര നല്ല മനസ്സാണല്ലോ. എന്ത് തെറ്റ് കണ്ടാലും എങ്ങനെയാലും അവർ പോട്ടെ, മിസ്റ്റേക്ക് പറ്റിപ്പോയി, രക്ഷപ്പെടട്ടെ. അപ്പം അങ്ങനെ ഒരു സാധാരണ ഒരു മലയാളിയുടെ ചിന്തയായിട്ട് ഞാനും പറയാണ്, പോട്ടെ ആ കുട്ടി രക്ഷപ്പെടട്ടെ, അല്ലാതൊന്നും പറയാനില്ല. പക്ഷെ ചെയ്ത്തിനുള്ള കൂലി ദൈവം അങ്ങോട്ട് കൊടുത്ത്, അല്ലെങ്കിൽ ചെയ്ത്തിനുള്ള കൂലി അവൾ ചോദിച്ചു. അത്രേ ഈ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും.